ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക, ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കട്ടെ. പിന്നെ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഓട്ടപ്പമാണ്. അപ്പോൾ ഓട്ടപ്പത്തിനുള്ള അരിയൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അരി അരച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ അത് അരയ്ക്കുമ്പോൾ അരിക്ക് ഒരു പിടി ചോറും പിന്നെ ഒരു പിടി തേങ്ങയും കൂട്ടിയിട്ട് അരയ്ക്കുക. നല്ല സോഫ്റ്റായ വെള്ളപ്പം തന്നെ കിട്ടലുണ്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓട്ടപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. പത്തിരി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഓട്ടപ്പം മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ കുമിളകൾ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം അടച്ചു കൊടുക്കണതാണ് നല്ലത്. ഒഴിച്ചപ്പം തന്നെ അടയ്ക്കുമ്പോൾ അത്രയും നന്നായിട്ട് കിട്ടലില്ല കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് ഓട്ടപ്പം. അങ്ങനെ ഓട്ടപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി വെക്കണത് ചെമ്മീനാണ്. തലേ ദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ചെറിയുള്ളിയും പെരിഞ്ചീരകവും ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കൂട്ടാനൊക്കെ ഒന്ന് കലക്കിയെടുക്കട്ടെ. അരിക്ക് പച്ചമുളകും തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ വറക്കുമ്പോൾ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് അടുപ്പത്ത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്കക്കുരു ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് നന്നാക്കിയിട്ട് കൂട്ടാനിലിടുകയാണ്. ചെമ്മീനിൽ ചക്കക്കുരുട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടാനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നാക്കി വെച്ചിരുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടപ്പം തേങ്ങാപ്പാലൊക്കെ ആയിട്ടുണ്ട്. ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. കൂട്ടാൻ അടുപ്പത്ത് റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്.
ചോറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂട്ടാൻ വെന്തടുപ്പത്ത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടാനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പോൾ അത് വറവിട്ട് എടുക്കണ ആ ചീഞ്ചട്ടി തന്നെ ഓംലെറ്റും ഉണ്ടാക്കാമല്ലോ. അടുപ്പ് നല്ല ചൂടുണ്ട്. അപ്പോൾ പിന്നെ അതിനായിട്ട് ഗ്യാസ് കത്തിക്കണ്ടല്ലോ. ഇന്ന് ആ ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ടാണെന്ന് ചായയും കടിയും കൂട്ടാനും ചോറും ഒക്കെ ആയത് കേട്ടോ. ഒരു മരക്കഷ്ണം ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ അതിൽ ചവിരി ഇങ്ങനെ വെച്ച് കൊടുത്താൽ എല്ലതും ആകുമ്പോൾ തന്നെ ആയി കിട്ടും. വിറകുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ അടുപ്പത്ത് കത്തിക്കാൻ. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അടുപ്പത്ത് കത്തിക്കുമ്പോൾ. ഒക്കെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ അടുപ്പത്ത് എല്ലതും ആയി കിട്ടും. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.